നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള GSK പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ള, അനുപമ പരമേശ്വരൻ എന്നിവരെല്ലാവരും അഭിനയിക്കുന്ന മാധവ് സുരേഷ് എന്നിവരാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണ്. ഇതിൻ്റെ തുടക്കം, മോഷൻ പോസ്റ്ററിൻ്റെ തുടക്കം തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഭരണഘടനയെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച്, അതായത് കറക്റ്റ് രീതിയിൽ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണോ, ഇവിടുത്തെ നിയമങ്ങൾ എല്ലാം അനുസരിച്ചാണോ നമ്മുടെ ഭരണകൂടം നമ്മളോട് നീതി കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മോഷൻ പോസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇതിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി എത്തുന്നതെന്ന് നമ്മൾ ഈ മോഷൻ പോസ്റ്ററിലൂടെ മനസ്സിലാക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ചിത്രമാണെന്നും രാഷ്ട്രീയം പറയുന്ന ചിത്രമാണെന്നും നമുക്ക് ഈ മോഷൻ പോസ്റ്റർ വഴി മനസ്സിലാക്കാൻ കഴിയും എന്നും. അതായത് ഒരു പൊളിറ്റിക്കൽ സിനിമ അല്ലെങ്കിൽ ഒരു ക്രൈം റിലേറ്റഡ് ആയ സിനിമകൾ ചെയ്യാൻ ഏറ്റവും മികച്ച നടനെന്ന് മലയാളികൾ പറയുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം, അദ്ദേഹം രാജ്യസഭാ MP കൂടിയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇപ്പം അതിൻ്റെ മോഷൻ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ മാധവ് സുരേഷും ഈ ചിത്രത്തിൽ പ്രധാനമായൊരു വേഷം ചെയ്യുന്നുണ്ട്. ഈ ചിത്രം നമുക്ക് കുറച്ചു കാലങ്ങളായി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന സമകാലീന രാഷ്ട്രീയം പറയുന്ന, കേരളത്തിലെ രാഷ്ട്രീയം പറയുന്ന, സമകാലീന രാഷ്ട്രീയം പറയുന്ന ഒരു ചിത്രമായി മാറാം. അങ്ങനെ നമുക്ക് മോഷൻ പോസ്റ്റർ വഴി മനസ്സിലാകുന്നത്. ഈ ചിത്രത്തിൻ്റെ ബാക്കി വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. വരുന്നത് വഴി നമുക്ക് ബാക്കി മനസ്സിലാക്കാനും കഴിയും. എന്തായാലും രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയത്തെയും ഭരണഘടനയെക്കുറിച്ച് പറയുന്ന നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിൽ അഭിനയിക്കുന്ന എല്ലാ താരങ്ങൾക്കും, പുതുതായിട്ട് വരുന്നവർക്കും അഭിനയിക്കുന്നവർക്കും, എല്ലാ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ. നല്ലൊരു ചിത്രം നമ്മളെ തേടിയും എത്തട്ടെ.